ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്തമോളയാണ്. അപ്പോൾ ചന്തമോള് ഹാളിൽ ഇങ്ങനെ ഭയങ്കര ദുഃഖിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ദേവയാനി വരുന്നത്. അപ്പോൾ ദേവയാനി ചന്തമോളോട് ചോദിക്കണം, എന്താ മോളെ, മോളെന്താ ഉറങ്ങിയില്ലേ, മോളെന്താ ഇവിടെ ഇങ്ങനെ തരിച്ചിങ്ങനെ ഇരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ല അമ്മേ, എനിക്ക് എപ്പോഴും ഗുഡ് നൈറ്റും പറഞ്ഞ് ചക്കരൂമ്മയൊക്കെ തന്നിട്ട് ആണ് ഞാൻ കിടന്നുറങ്ങാറ്. ഇന്ന് അമ്മ എന്നെ വിളിച്ചില്ലല്ലോ, അതെന്താ അമ്മ എന്നെ വിളിക്കാതിരുന്നത്? ഓഹോ, അപ്പൊ അത് ശരി, അമ്മ വിളിക്കാത്തത് കൊണ്ടാണല്ലേ എൻ്റെ സുന്ദരിക്കുട്ടി കിടന്നുറങ്ങാത്തത്. ദേ അമ്മേ, അമ്മക്ക് ചിലപ്പോൾ തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും അമ്മ വിളിക്കാത്തത്. മോൾക്ക് എന്താ ഇപ്പൊ തന്നെ അമ്മയെ വിളിക്കണോ? അമ്മയുടെ കയ്യിൽ നിന്ന് ചക്കരമ്മ വേണോ? ദേ അമ്മൂമ്മ ഇപ്പൊ തന്നെ വിളിക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നേരെ നയനയെ വിളിക്കുക. അപ്പൊ നയനെ ഫോൺ എടുക്കുകയാണ്. എന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഇവിടെ ഒരാള് ഭയങ്കര പിണക്കത്തിലാ, അമ്മ എനിക്ക് ചക്കരമ്മ തന്നില്ല, ഗുഡ് നൈറ്റ് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരേ പിണക്കത്തില്. അതുകൊണ്ടേ മോൾക്കൊരു ചക്കരമ്മയും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞേര്, ഞാൻ മോളിലേക്ക് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചന്തമോളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം. അപ്പോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അതെന്താ മോൾക്ക് ഞാൻ ഉമ്മ തരാതെ അമ്മ കിടന്നുറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ വിളിക്കാനായിട്ട് ഒരുങ്ങായിരുന്നു, അപ്പോഴാ മോളുടെ മുത്തശ്ശി അമ്മയെ വിളിച്ചത്. മോളെ മറക്കും അമ്മ, മോൾക്ക് ഗുഡ് നൈറ്റും ചക്കരമ്മയൊക്കെ തന്നിട്ടേ അമ്മ കിടന്നുറങ്ങുള്ളൂ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്തമോളാണെങ്കിൽ, അമ്മയുടെ വയറ്റില് വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ? അമ്മയുടെ വയറ്റില് ഒരു വേദനയില്ല, മോളുടെ കുഞ്ഞാവില്ലേ സുഖമായിട്ട് അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. കുഞ്ഞാവക്ക് ഒരു അബദ്ധം പറ്റിയിട്ടില്ലേ, മോൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നയന പറയാണ്. എന്നാലേ ചക്കരുമ്മ ഗുഡ് നൈറ്റ്, ഇനി മോള് കിടന്ന് ഉറങ്ങിക്കോ, ഇപ്പൊ സന്തോഷമായില്ലേ? സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പൊ ദേവയാനി ചോദിക്കുകയാണ്, ഇപ്പൊ എന്തായി, അമ്മ ചക്കരുമ്മയൊക്കെ തന്നില്ലേ, ഇനി നമുക്ക് കിടന്നുറങ്ങിയാലോ? കിടന്നുറങ്ങാം മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിന്റെ വീടാ. അപ്പോൾ കനകയും നമ്മുടെ കനകയുടെ ഭർത്താവൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇത് നോക്ക് ഗോവിന്ദേട്ടാ, ഇതുവരെയായിട്ട് അവള് വന്നില്ല. ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു, 12 മണി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് വന്നു. അവളുടെ ബർത്ത്ഡേ തീർന്നിട്ടൊന്നുമില്ലല്ലോ, അവളുടെ ബർത്ത്ഡേ ആയിട്ട് നേരത്തെ ഇങ്ങോട്ട് വരാൻ നോക്കാതെ ഇതെന്താ ഗോവിന്ദേട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നന്ദുമോളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല കനകം, അവളൊരു പോലീസ് ഓഫീസറല്ലേ, അപ്പൊ അവൾക്ക് അവളുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഡെയിലി പറയുന്നത്, ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കറിയാം. ഒന്നും മിണ്ടാതിരിക്കും കനകം, അനാവശ്യമായിട്ട് കാര്യങ്ങളൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ വരുന്നു നമ്മുടെ നന്ദു. അപ്പൊ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നുണ്ട്, സമയം എത്രയെന്ന് വല്ല അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് നന്ദു കയറുന്ന, എടി ഇത്ര നേരം എവിടെയായിരുന്നെടി നീ? നിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? 12 മണി കഴിഞ്ഞാലേ നിന്റെ ബർത്ത്ഡേ ഇന്ന് അവസാനിക്കുള്ളൂ. ഇന്നലെയും നേരത്തെ വരണമെന്ന് പറഞ്ഞു വന്നിട്ട് വന്നില്ല, ഇന്നതേ നേരത്തെ വരണമെന്ന് പറഞ്ഞത് വന്നില്ല. ഇതെന്താണ് ഇതിന് മാത്രം തിരക്ക്? നീ എവിടെ പോയിരിക്കുമായിരുന്നു നന്ദു? നിന്നോടൊപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, എന്നിട്ട് ഞങ്ങളുടെ ഒപ്പം ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാതെ നീ എവിടെ കറങ്ങി നടക്കുകയായിരുന്നു നന്ദു? നിനക്കെന്താ വേറെ ആരെങ്കിലും ഭക്ഷണം വിളമ്പി തന്നോ? അവരോടൊപ്പം ഇരുന്ന് കഴിച്ചോ? എന്താ അമ്മ ഈ പറയുന്നത്, എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ ഈ ഗോവിന്ദനാണെങ്കിൽ കനകം ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കനക എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എനിക്ക് മനസ്സിൽ തോന്നിയത് കാര്യങ്ങൾ എനിക്ക് വെട്ടി തുറന്നു പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം, അത് ഞാൻ പറയുകയും ചെയ്യും. ആകനെ പറയാതിരുന്നത് അബിയുടെ കാര്യമാണ്, അതെല്ലാവരും കൂടി വിലക്കിയത് കൊണ്ട്. അതുകൊണ്ട് എന്താ ഇപ്പോ എൻ്റെ ആദർശ മോനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അബി അവിടെ കിടന്ന് നെളിഞ്ഞു വാഴുകയല്ലേ, അതിനൊപ്പം നിൽക്കുന്ന ഒരു ഭാര്യയും. സത്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരവസ്ഥ മാത്രമേ ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളു. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കനകൻ ചോദിക്കാണ്, എടി നീയേ അനിയോടൊപ്പം ആയിരുന്നോ? നീ അനിയെ കാണാൻ പോകുന്നുണ്ടോ ചോദിച്ചപ്പോഴേക്കും, അമ്മേ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഞാനൊന്ന് വൈകി വന്നെന്ന് വിചാരിച്ച് ഞാൻ എന്താ അനിയെ കാണാനായിട്ട് പോവാണോ? അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. അല്ല, ഈ ഇടക്കിടക്ക് ഇത് തന്നെയാണ് നീ പറഞ്ഞു കൂട്ടുന്നത്, അപ്പോ എനിക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്, നീ അനിയെ കാണാൻ പോയതാണെന്ന്. അമ്മേ എനിക്ക് നല്ല തിരക്കുണ്ട്, ആകെ വശം കെട്ടൊരവസ്ഥയാണ് നിൽക്കുന്നത്. മോളെ നീ വല്ലതും കഴിച്ചോ? കനകം, നീ ഒരു ഗ്ലാസ് പാലെങ്കിലും എടുത്ത് കൊടുക്ക അവൾക്ക്. അച്ഛൻ പറഞ്ഞതുപോലെ പാല് തരാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് ഒരു ഗ്ലാസ് പാല് താ, ഞാൻ ആ പാലും കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാം, അല്ലാതെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. ഞാൻ വല്ലാതെ ടയേർഡിലാണ്,
ഞാൻ പോയി കിടക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ കനകം അങ്ങനെയൊന്നും പറയരുത്, അവൾ ആകെ ടയർഡായിട്ട് വരികയല്ലേ, സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നൊരു കുട്ടിയാണ് നന്ദു. അപ്പോൾ അവൾക്ക് അവളുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നേ. അപ്പോൾ അവളെ അവിടെ പോയി ഇവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് മടുക്കും. അല്ല ഗോവിന്ദേട്ടാ, എനിക്കിപ്പോഴും സംശയമുണ്ട്, ആ അനിയും ഇവളും കൂടി കാണുന്നുണ്ടോന്ന്. അനിയ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിയിലെ MD തന്നെയാണ്. അവന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നന്ദുവിനെ കാണാൻ വരുന്നുണ്ടോ ഇവൻ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട് ഗോവിന്ദേട്ടാ. അവന് ഒരു കോഡും തെറ്റിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനി ഇതേപോലെ തന്നെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. റൂമിലിരുന്ന് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ ദൈവമേ, നന്ദുവിനെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, അവളെ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കാനും പറ്റിയില്ല, ഇപ്പോൾ അവളെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടുന്നൊരു അവസരം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നന്ദുവിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ ആ മെസ്സേജ് കേട്ട് നോക്കുകയാണ് നമ്മുടെ ഹരി. അപ്പോൾ ആ മെസ്സേജിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്, കൊള്ളാടാ, എനിക്ക് മനസ്സിലായി, നീ എന്നോട് പകരം വീട്ടിയതാണല്ലേ. ഒരാൾ വരാമെന്ന് പറയുമ്പോൾ അയാളെ കാത്ത് എത്ര നേരം നിൽക്കുന്നോ അവരുടെ മാനസികാവസ്ഥ നീ എനിക്ക് മനസ്സിലാക്കി തന്നു. നീ എനിക്ക് വേണ്ടി ഒരുപാട് നേരം ആ ബീച്ചിൽ കാത്തു നിന്നു. അതേപോലെ തന്നെ ഞാനും നിനക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്നു. പക്ഷെ നീയും വന്നില്ല, ഞാനും വന്നില്ല. ആ ഒരു മനോവേദന നീ എനിക്ക് മനസ്സിലാക്കി തന്നു. പകരത്തിന് പകരം നീ വീട്ടിയല്ലേ അനി. സന്തോഷമായി, സമാധാനമായി, ഒരുപാട് നന്ദിയുണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വോയിസാണ് അവിടെ അനി കേൾക്കുന്നത്. അപ്പം അതും കൂടി എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വേണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ, ഇനി ഇവളോട് എങ്ങനെ സത്യം തുറന്നു പറയൂ, സത്യങ്ങൾ തുറന്നു പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് നമ്മുടെ അനി. ഇനിയിപ്പോൾ നന്ദൂര് എങ്ങനെയെങ്കിലും കാണാൻ പോകണമെന്നുള്ളൊരു ചിന്ത മാത്രമേ നമ്മുടെ അനിയുടെ മനസ്സിലുള്ളൂ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡേവിഡിനെയും പിറ്റേ ദിവസം രാവിലെ ഡേവിഡിനെയും അതേപോലെ തന്നെ മാളവികയാണ്. അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിൽ വരികയാണ്. അപ്പോൾ ഈ മാളവിക ചോദിക്കുകയാണ്, അല്ല സാറേ, ഞാനൊരു കാര്യം സാറോട് വ്യക്തമായിട്ട് ചോദിക്കട്ടെ, സാറ് ഡിസിയൻ വേറൊരാളെ കാണിച്ചില്ലേ, വേറൊരു ഗ്രൂപ്പിനെ കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചില്ലേ, അവിടെ നിന്നാണല്ലോ ഈ ഡിസിയൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. അവരാരാ സാറേ, അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെന്തിനാ മാളവിക അറിയുന്നത്, അത് മാളവിക അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല സാറേ, ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല, സാറിന് എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ, ഇത് മെച്ചമില്ലാത്ത ഡിസൈനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഡിസൈൻ വേറൊരു ആർക്കും അയച്ചു കൊടുത്തിട്ടാണല്ലോ എന്നെ ഇതിന് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് അവർക്കൊരു നന്ദി പറച്ചിലാകാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് സാറേ ഞാൻ ചോദിച്ചത്. ഓ, നന്ദി പറച്ചിലൊക്കെ ഇങ്ങോട്ട് മതി, അങ്ങോട്ട് വേണ്ട. കാരണം ഞാനാണല്ലോ മാളവികയുടെ ഡിസിയൻ അങ്ങോട്ട് അയച്ചു കൊടുത്തത്, മാളവികയുടെ ടാലന്റിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എനിക്കാണ് ആ ക്രെഡിറ്റ് വേണ്ടത്, എന്നോടാണ് നന്ദി പറയേണ്ടത്. ഓ, അത് ശരിയാണ് സാറേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഡിസിയനും ഈ മാലകളുടെ കളക്ഷനും ഒക്കെ എനിക്കതിനെക്കുറിച്ചുള്ള ഒരു വിവരമില്ല. അപ്പോൾ ബിസിനസ് മാത്രം മതി എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ബിസിനസ്സിൽ ഞാൻ വലിയ പുലി തന്നെയാണ്. അപ്പം പിന്നെ അവരെക്കാലം ബുദ്ധിശാലി ആരാണ്, ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കാര്യം പറഞ്ഞത് സാറേ ശരി തന്നെയാട്ടോ, സാറേക്കുറിച്ച് ഓർക്കുമ്പോഴേ വല്ലാത്തൊരു അഭിമാനം തന്നെയൊക്കെ തോന്നുന്നു എന്ന് മാളവികനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാളവിക അങ്ങനെ പറയുമ്പോഴും മാളവികയുടെ മനസ്സിലുണ്ട് പിന്നിൽ നിൽക്കുന്ന ആള് ആരാണെന്നുള്ളൊരു ചിന്ത മാളവികയുടെ മനസ്സിൽ നന്നായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ ഡേവിഡ് ആണെങ്കിൽ ഇവളെ നമുക്ക് കിട്ടി എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് തന്നെയാണ്. അപ്പോൾ മാളു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇതെന്ത് സാറേ അങ്ങനെ വിളിച്ചത്? അല്ല, ഞാൻ മാളു എന്ന് വിളിച്ചോട്ടെ? സാറ് വിളിച്ചോ, കാരണം എന്നെ വീട്ടിൽ വിളിക്കുന്നത് മാളു എന്നാണ്. എങ്കിൽ പിന്നെ ഞാൻ മാളുവിനെ എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത്. ആ ഒരു സ്ഥിതിക്ക് വെച്ച് ഞാൻ മാളുന്നേ എന്നെ വിളിക്കുള്ളൂ. ശരി സാറേ, സാറ് വിളിച്ചോളൂ എന്ന് പറയാണ്. മാളു, ഇനിയേ നമ്മുടെ കമ്പനിയിലെ ഉയരങ്ങളിലേക്ക് പോവും. മൂർത്തീസ് കമ്പനിയെ അടിച്ച് തകർത്തുകൊണ്ടായിരിക്കും നമ്മുടെ കമ്പനി ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇനിയും മാളവിക ഡിസൈൻസ് ഇങ്ങനെ കത്തി പടരണം എന്നൊക്കെ ഇയാളിങ്ങനെ പറയാണ്. അപ്പം നമ്മുടെ മാളവിക ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയും അതേപോലെ തന്നെ അഭിയെയുമാണ്. അപ്പോൾ അഭി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വരുന്നു നവ്യയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അഭി പേടിച്ചു പോയി. അഭിയാണെങ്കിൽ ഞെട്ടി നിന്നത്, എന്താടാ എന്നെ കണ്ടപ്പോൾ നീ പേടിച്ചു പോയത്? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുകയാടാ? നീ എന്തിനാ എന്നെ കണ്ടപ്പോൾ പേടിച്ചത്? ഒന്നുമില്ല നവ്യേ. അതെ, ഈ 1-ാം തീയതിയാണ് അവിടെ മാനേജറായിട്ട് നിനക്ക് കയറാനുള്ളത്, AM ജ്വല്ലറിയിൽ. പറഞ്ഞ മനസ്സിലായോ? അയ്യോ, ഇത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. പേടിയോ? എന്തിനാ പേടിക്കുന്നത്? അല്ല, ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് പോണമല്ലോ, ഇവരെന്താണ് തീരുമാനിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാടാ. അതുകൊണ്ടാ മനസ്സിനൊരു പേടി തോന്നുന്നത് എന്നൊക്കെ പറയാണ്. എടാ, നാണമില്ലേ നിനക്ക്? എടാ, എൻ്റെ ആത്മാർത്ഥതയും കഴിവൊക്കെ കണ്ടിട്ടാണ് നിന്നെ AM ജ്വല്ലറിയിൽ മാനേജറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ സമയത്ത് പേടിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പിടിച്ച് നിൽക്കണോ നിനക്ക്? എന്തായാലും എനിക്ക് വരുമാനക്കുറവൊന്നും ഇല്ലല്ലോ. മാസം ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ടല്ലോ, അത് ഇവരാണല്ലോ തരുന്നത് എന്ന് വിചാരിച്ച് ഈ ജോലി നിനക്ക് തെറിപ്പിക്കണം. എടാ, ഒരു ജോലി ഉള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ആ ജോലി നമുക്ക് വേണം. അങ്ങനെ വേണ്ടെന്നൊന്നും പറയാനായിട്ട് പാടില്ല. പിന്നെ നിന്റെ മുത്തശ്ശനാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നീ ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്കുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശന് ഒരു വാക്കും പറയാനായിട്ട് പോകുന്നില്ല. അങ്ങേർക്ക് സന്തോഷമൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ പറയാല്ലേ? എന്താ ഇപ്പം തന്നെ പറയണോ? അയ്യോ, ഇപ്പം തന്നെ വേണ്ട. അല്ല, പോകുന്നതിന് മുമ്പ് തന്നെ പറയണമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. നീ എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത്? നീ ഇവരെ പേടിച്ചു കഴിയേണ്ട ആവശ്യം എന്താണ്? നീ എന്താ ഇവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ നീ ഇവരെ പേടിക്കുന്നത്? ഞാനെന്ത് തെറ്റ് ചെയ്യാൻ നവ്യേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാ പിന്നെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ തെറ്റ് ചെയ്തവർക്ക് മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അഭിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി വരികയാണ്. എൻ്റെ ദൈവം, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡേവിഡും അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ജലജയുടെ മോളും അതേപോലെ തന്നെ ഭർത്താവും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവർ ഭയങ്കര അട്ടഹസിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ്. ഏതായാലും മാളവിക ഡിസൈൻസ് വന്നതോടുകൂടി തന്നെ നമ്മുടെ കമ്പനി കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടോ ഡേവിഡ് എന്നൊക്കെ പറയുകയാണ്. അതേ സാറേ, അല്ലെങ്കിലും നേര് തന്നെയാണ്. ഇനി മൂർത്തീസ് കമ്പനി ഒരിക്കലും ഉയരങ്ങളിലേക്ക് പോകില്ല. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ആ ഒരു കമ്പനി താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇയാളുടെ മോളാണെങ്കിൽ അതേതായാലും ശരിയാണ്. പിന്നെ എൻ്റെ ചേട്ടനും കൂടി മാനേജർ സ്ഥാനം കിട്ടിക്കഴിയാൻ നേരത്ത് അവരൊക്കെ ഒന്ന് പതറുക തന്നെ ചെയ്യും. എൻ്റെ ചേട്ടനെ ഒന്നും അല്ലാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. അതേ മോളെ, എൻ്റെ മോനെ മാനേജറായിട്ട് ഞാൻ ഇരുത്താനായിട്ട് പോവുകയാണല്ലോ. അതിനെ തുടർന്ന് തന്നെ ഇനി കയറ്റങ്ങളിലേക്ക് അവൻ മുന്തിയ പന്തിയിലെത്തും. അപ്പം എല്ലാവരും അനന്തമൂർത്തിയിൽ അടക്കം എല്ലാവരും അന്തം വിട്ടൊരവസ്ഥയായിരിക്കും. ഇവൻ എന്തുകൊണ്ട് ഇങ്ങനൊരു ജോലി കിട്ടി എന്നൊരു ചോദ്യം അവിടെ ഉയരുക തന്നെ ചെയ്യും. പിന്നെ എൻ്റെ മോനെ ഏറ്റവും വെറുക്കുന്ന ഒരാളാണ് നവ്യ. അവളെ എത്രയും പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തള്ളിക്കളയും. അതിന് കുറച്ച് താമസമുണ്ട് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിലും അവൾ വേണ്ട അച്ഛാ, അവളെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഡേവിഡ് പറയാണ്, അല്ലെങ്കിലും ഇനി നവ്യയുടെ ആവശ്യമുണ്ടോ? എടോ, മിണ്ടാതിരിക്കടോ. നവ്യ കാരണമാണ് ഇപ്പോൾ കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നവ്യയെ അത്ര പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. സാവകാശമുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ഓഫീസിൽ ഭയങ്കര കാര്യമായിട്ട് ജോലി ചെയ്യുക. ആ സമയത്ത് അനി വരികയാണ്. അപ്പോൾ അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ ചെന്നിട്ട് ചോദിക്കണം, എന്താ സാറേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമെന്ന് പറയുക. അപ്പോൾ ഇയാളെ എന്ന് നേരെ മേഡത്തിനെ കാണാനായിട്ട് ആനന്ദപുരിയിലെ അനിസാറ് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. എങ്കിലേ ഞാനില്ലെന്ന് പറഞ്ഞേര്, ഇവിടെ എന്നെ കാണാനായിട്ട് അനുവദിക്കണ്ട. അതാരാണെങ്കിലും ശരി, എന്നെ കാണാനായിട്ട് അനുവദിക്കരുത്. അയ്യോ എൻ്റെ പൊന്നു മേഡം, എനിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. അതെന്താണോ അങ്ങനെ പറഞ്ഞാൽ? അല്ല മേഡം, മേഡത്തിനെ കാണണ്ട എന്ന് പറഞ്ഞാലും ആ അനിസാർ ഇടിച്ച് ഉള്ളിൽ കയറുക തന്നെ ചെയ്യും. പിന്നെ ആനന്ദപുരിയിലെ MDയും കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ മേഡത്തിനോടെ കാണണമെന്ന് പറഞ്ഞാൽ മേഡത്തിനോടൊരു ഇതൊക്കെ ഉണ്ടല്ലോ. എന്തുണ്ടെന്ന് പറയടോ. ഞാനും അനിയും കൂടി തമ്മിൽ എന്താ ഉള്ളത്? നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, മനസ്സിലായല്ലോ? ഒരു ബന്ധവുമില്ല.
പിന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയനാണ്. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അനിയോട് നിങ്ങൾക്ക് എന്തും പറയാം. എന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞുതരും. ശരി മേഡം, മേഡം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നേരെ ചെല്ലുകയാണ്. അയ്യോ അനിസാറേ, മേഡത്തിനെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഓഹോ, അങ്ങനെ പറഞ്ഞോ? എങ്കിലേ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. സാറേ, ഇവിടെ നിന്ന് മുഷിയണ്ടല്ലോ, ഞാൻ മുഷിയും. ഏതായാലും നന്ദു ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ നന്ദുവിനെ കണ്ടിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശിന്റെ കാറ് വരുന്നത് കാണുന്നത്. ഇത് കണ്ട ആനി പേടിച്ചു പോയി. ആനി പെട്ടെന്ന് തന്നെ ആ പോലീസ് ജീപ്പിന്റെ മറവിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആദർശും നയനയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.